പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, തിരുനാളുകൾ എന്ന ബൈബിൾ പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ജനം ആഘോഷിച്ചിരുന്ന വിവിധങ്ങളായ തിരുനാളുകൾ, അവയുടെ ഉത്ഭവം, അവയുടെ ലക്ഷ്യം, ഇതൊക്കെ നമ്മൾ പഠന വിഷയമാക്കി. ഈ തിരുനാളുകൾ തന്നെ ദൈവം ആഗ്രഹിച്ചവയായിരുന്നു, ദൈവം കൽപ്പിച്ചവയായിരുന്നു. തിരുനാൾ ആഘോഷിക്കണമെന്ന് ദൈവത്തിൻ്റെ തന്നെ കൽപ്പനയായിരുന്നു. പക്ഷേ ഈ ദൈവം തന്നെ അയച്ച പ്രവാചകന്മാർ ഈ തിരുനാളുകൾക്ക് എതിരെ സംസാരിക്കുന്നതായും ബൈബിളിൽ കാണുന്നുണ്ട്. ഇന്ന് നമ്മൾ വഴിപിഴയ്ക്കുന്ന തിരുനാൾ ആഘോഷങ്ങളെക്കുറിച്ചാണ് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. പ്രത്യേകിച്ചും പ്രവാചക വിമർശനങ്ങളിൽ കാണുന്ന തിരുനാളിനെ സംബന്ധിച്ച വിമർശനങ്ങളും പ്രവാചകന്മാർ മുന്നോട്ട് വയ്ക്കുന്ന തിരുനാൾ ആഘോഷത്തിൻ്റെ പ്രത്യേകതകളും പഠന വിഷയമാക്കുകയാണ് നമ്മളിന്ന്. ആദ്യമേ ബൈബിൾ തന്നെ ഒരു ഭാഗം വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. യേശയ്യാ പ്രവാചകൻ എഴുതിയ പുസ്തകം, അധ്യായം 1, 10 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. സോദോമിൻ്റെ അധിപതികളെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. ഗൊമോറ ജനമേ, നമ്മുടെ ദൈവത്തിൻ്റെ പ്രബോധനങ്ങൾ ശ്രദ്ധിക്കുവിൻ. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ നിരവധിയായ ബലികൾ എനിക്കെന്തിന്? മുട്ടാടുകളെ കൊണ്ടുള്ള ദഹനബലികളും കൊഴുത്ത മൃഗങ്ങളുടെ മേധസ്സും എനിക്ക് മതിയായി. കാളകളുടെയോ ആട്ടിൻകുട്ടികളുടെയോ മുട്ടാടിൻ്റെയോ രക്തം കൊണ്ട് ഞാൻ പ്രസാദിക്കുകയില്ല. എൻ്റെ സന്നിധിയിൽ വരാൻ, എൻ്റെ അങ്കണത്തിൽ കാലുകുത്താൻ ഇവ വേണമെന്ന് ആർ നിങ്ങളോട് പറഞ്ഞു? വ്യർത്ഥമായ കാഴ്ചകൾ ഇനിമേൽ അർപ്പിക്കരുത്. ധൂപം എനിക്ക് മ്ലേച്ഛവസ്തുവാണ്. നിങ്ങളുടെ അമാവാസിയും സാപത്തും സമ്മേളനങ്ങളും നിങ്ങളുടെ അനീതി നിറഞ്ഞ ഉത്സവങ്ങൾ എനിക്ക് സഹിക്കാനാവില്ല. നിങ്ങളുടെ അമാവാസികളും ഉത്സവങ്ങളും ഞാൻ വെറുക്കുന്നു. അവ എനിക്ക് ഭാരമായിരിക്കുന്നു, അവ എനിക്ക് ദുസ്സഹമായി തീർന്നിരിക്കുന്നു. നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കും. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലങ്ങളാണ്. നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ. നിങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ എൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളയുവിൻ. നിങ്ങളുടെ അകൃത്യങ്ങൾ അവസാനിപ്പിക്കുവിൻ. നന്മ പ്രവർത്തിക്കാൻ ശീലിക്കുവിൻ. നീതി അന്വേഷിക്കുവിൻ. മർദ്ദനം അവസാനിപ്പിക്കുവിൻ. അനാഥരോട് നീതി ചെയ്യുവിൻ. വിധവകൾക്ക് വേണ്ടി വാദിക്കുവിൻ. കർത്താവ് അരുളി ചെയ്യുന്നു, വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചെമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്ണയുള്ളതായിത്തീരും. അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ വാളിനിരയായിത്തീരും. കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. ദൈവ വചനമാണ് നാം കേട്ടത്. സ്നേഹമുള്ളവരെ, ഒരു ഭാഗത്തു നിന്ന് തിരുനാൾ ആഘോഷിക്കണം, ബലി അർപ്പിക്കണം എന്നൊക്കെ പറയുകയും മറുഭാഗത്തു നിന്ന് അതിനെതിരെ നിശിതമായ വിമർശന ശരങ്ങൾ അടിച്ചുവിടുകയും ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. എന്തേ ഒരു ഭാഗത്തുനിന്ന് തിരുനാൾ ആഘോഷിക്കണം, ബലികളർപ്പിക്കണമെന്ന് കൽപ്പിച്ച ദൈവം തന്നെ തൻ്റെ പ്രവാചകന്മാരിലൂടെ ആ ബലിയർപ്പണത്തിന്, തിരുനാൾ ആഘോഷങ്ങൾക്കും എതിരെ ഇത്ര ശക്തമായി ആഞ്ഞടിക്കുന്നു? യേശയ്യ മാത്രമല്ല, യേശയ്യായ്ക്ക് മുമ്പേ വന്ന ഹോസിയായും ആമോസും ആ കൂട്ടത്തിൽ വന്ന മിക്കായും ജെറമിയായും എല്ലാം ഇപ്രകാരം അതിശക്തമായ രീതിയിൽ തിരുനാൾ ആഘോഷങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നത് കാണും. എന്താണ് ഇതിന് കാരണം? തിരുനാൾ ആഘോഷിക്കാൻ പറഞ്ഞ ദൈവം തന്നെ എന്തേ തിരുനാളുകളെ തിരസ്കരിക്കുന്നു പറയുന്നു. കാരണം ഇതാണ്: എന്തിനു വേണ്ടി തിരുനാൾ ആഘോഷിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നുവോ ആ ലക്ഷ്യം സാധിക്കാതെ പോകുന്നു. ബലിയർപ്പണത്തിന് അർത്ഥമില്ലാതായിത്തീരുന്നു. ദൈവം ആഗ്രഹിച്ച വിശുദ്ധമായൊരു ജീവിതത്തിലേക്ക് നയിക്കുന്നതിന് പകരം ആർഭാടങ്ങളിലേക്കും ആഘോഷങ്ങളിലേക്കും ആഭാസത്തരങ്ങളിലേക്കും ആണ് പലപ്പോഴും ഇപ്രകാരമുള്ള ആഘോഷങ്ങൾ നയിച്ചത്. ഇത് പ്രവാചകന്മാരുടെ കാലത്ത് തുടങ്ങിയതല്ല, നമുക്കറിയാം. സീനായ് മലയിൽ വെച്ചാണ് ദൈവം ഇസ്രായേൽ ജനവുമായി ഉടമ്പടി ചെയ്യുന്നത്. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് വിമോചിപ്പിച്ചു കൊണ്ടുവന്ന മോശ തന്നെ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ സ്വീകരിക്കാനായി സീനായ് മലയുടെ മുകളിൽ കയറുമ്പോൾ താഴെ ജനം കാത്തു നിൽക്കുകയായിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മോശയെ കാണാതായ ജനം അസ്വസ്ഥരായി. അവർ അഹ്റോനോട് ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് ആരാധിക്കാൻ ദൈവങ്ങളെ തരൂ, ഞങ്ങൾക്ക് കാണാൻ പറ്റുന്ന ദൈവങ്ങളെ തരൂ. ഞങ്ങളെ കൊണ്ടുവന്ന ഈ മോശയ്ക്ക് എന്ത് സംഭവിച്ചു നിങ്ങൾക്കറിയില്ല. പുറപ്പാട് പുസ്തകം 32-ാമത്തെ അധ്യായത്തിൽ വളരെ ശക്തമായിട്ട് പറഞ്ഞു വയ്ക്കുന്ന പ്രമേയമാണിത്. ഞങ്ങളെ കൊണ്ടുവന്ന മോശ എന്ന ആ മനുഷ്യൻ എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് പ്രകാരമാണ് 32-ാം അധ്യായം. മോശ മലയിൽ നിന്ന് ഇറങ്ങി വരാൻ താമസിക്കുന്നുവെന്ന് കണ്ടപ്പോൾ ജനം അഹ്റോനു ചുറ്റും കൂടി പറഞ്ഞു, ഞങ്ങളെ നയിക്കാൻ വേഗം ദേവന്മാരെ ഉണ്ടാക്കി തരിക. ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന മോശ എന്ന മനുഷ്യൻ എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്കറിവില്ല. അഹ്റോൻ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലുള്ള സ്വർണ്ണവളയങ്ങൾ ഊരിയെടുത്ത് എൻ്റെ അടുത്ത് കൊണ്ടുവരുവിൻ. ജനം തങ്ങളുടെ കാതുകളിൽ നിന്ന് സ്വർണ്ണവളയങ്ങൾ ഊരി അഹ്റോൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവൻ അവ വാങ്ങി മൂശയിലുരുക്കി ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്തു. അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു, ഇസ്രായേലേ, ഇതാ ഈജിപ്തിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന ദേവന്മാർ. അത് കണ്ടപ്പോൾ അഹ്റോൻ കാളക്കുട്ടിയുടെ മുമ്പിൽ ഒരു ബലിപീഠം പണിതിട്ട് ഇപ്രകാരം പ്രഖ്യാപിച്ചു, നാളെ കർത്താവിൻ്റെ ഉത്സവദിനമായിരിക്കും. അവർ പിറ്റേന്ന് അതിരാവിലെ ഉണർന്ന് ദഹനയാഗങ്ങളും അനുരഞ്ജനയാഗങ്ങളും അർപ്പിച്ചു.
ജനം തീനും കുടിയും കഴിഞ്ഞ് വിനോദങ്ങളിൽ ഏർപ്പെട്ടു. ഇതാണ് ഇസ്രായേലിൻ്റെ ആഘോഷം. ദൈവമായ കർത്താവാണ് തങ്ങളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്നത് എന്നറിയാമായിരുന്ന ആ വ്യക്തികൾ ദൈവം ആരാണെന്നറിയാതെ തങ്ങൾക്ക് വേണ്ടി ദൈവത്തെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇതുവരെ നേതൃത്വം നൽകിയ മോശ ഇവിടെ പോയെന്നറിയാൻ പാടില്ല. മോശ മലയിലേക്ക് പോയി തിരിച്ചു വന്നിട്ടില്ല. ഇപ്പോഴ് മോശ അഹ്റോനെ ഏൽപ്പിച്ചിട്ടായിരുന്നു പോയിരുന്നത് ജനങ്ങളുടെ കാര്യം നോക്കാൻ. അഹ്റോൻ പ്രധാന പുരോഹിതനാണ്, ആദ്യത്തെ പ്രധാന പുരോഹിതൻ. ജനങ്ങളുടെ സമ്മർദ്ദം കൂടിയപ്പോൾ അഹ്റോൻ തന്നെ നിർബന്ധിതനാവുകയാണ് ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കാൻ. അതിനുവേണ്ടി ജനങ്ങളുടെ സ്വർണം നിർബന്ധമായും വാങ്ങുകയാണ്. നിങ്ങളുടെ മാലകളും വളയങ്ങളും കൊണ്ടുവരൂ. ജനം കൊടുക്കാൻ തയ്യാറായി. എന്തിനു വേണ്ടിയാണ്? ദൈവത്തെ ഉണ്ടാക്കാൻ വേണ്ടി. ഞങ്ങൾക്ക് ദൈവത്തെ ഉണ്ടാക്കി തരൂ. ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ ആവശ്യപ്പെടുന്നത് ഞങ്ങളെ ഉണ്ടാക്കിയ ദൈവത്തെ അറിയാനല്ല, ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്ന ദൈവത്തെക്കുറിച്ചാണ്. ഞങ്ങൾക്ക് ആരാധിക്കാൻ ദൈവങ്ങളെ ഉണ്ടാക്കി തരൂ. ഇപ്പോൾ ദൈവത്തെ ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയിൽ ഏർപ്പെടുകയാണ് പ്രധാന പുരോഹിതനായ അഹ്റോൻ. ജനങ്ങളുടെ സ്വർണം വാങ്ങി അത് മൂശയിൽ ഉരുക്കി അതിനെക്കൊണ്ടൊരു കാളക്കുട്ടിയെ ഉണ്ടാക്കി പറഞ്ഞു, ഇതാ നിങ്ങളുടെ ദൈവമായ കർത്താവ്. പുല്ലു തിന്നുന്ന കാളയ്ക്ക് സമനാക്കുന്നു ദൈവത്തെ. പുരോഹിതൻ നേതൃത്വത്തിൽ മോശ എന്ന പ്രവാചകൻ മാറി നിന്നപ്പോൾ പുരോഹിതൻ മാത്രമായ സാഹചര്യത്തിൽ ജനങ്ങളുടെ സ്വർണം വാങ്ങി അവയ്ക്ക് കൊണ്ട് വിഗ്രഹമുണ്ടാക്കി ജനങ്ങളെ വഴിതെറ്റിക്കുന്ന പ്രധാന ഉത്തരവാദിത്വം പ്രധാന പുരോഹിതനായ അഹ്റോൻ്റെ തലയിൽ തന്നെ വന്ന് വീഴുകയാണ്. അതുകൊണ്ട് തീർന്നില്ല. പ്രധാന പുരോഹിതൻ വിഗ്രഹത്തെ ഉണ്ടാക്കി അതിനുശേഷം പറയുന്നു, ഇതാ ഇസ്രായേലെ, ഇതാ ഈജിപ്തിൽ നിങ്ങളെ കൊണ്ടുവന്ന ദേവന്മാർ. എന്തേ ഇസ്രായേലിനെ കൊണ്ടുവന്ന യാഹ്വേ എന്ന ദൈവത്തെ അറിയാതെ ദേവന്മാരായി കാളക്കുട്ടിയെ സമർപ്പിക്കുന്നു? ഒരുപക്ഷേ അഹ്റോനും അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്. ദൈവത്തെ കാണാവുന്ന ഒരു വിഗ്രഹമാക്കി മാറ്റാനുള്ള പ്രവണത എന്നും ഉണ്ടായിരുന്നു. അദൃശ്യനായ ദൈവത്തെ ആരാധിക്കുന്നത് വിഗ്രഹമുണ്ടാക്കി അതിനു മുമ്പിൽ കുമ്പിട്ടുകൊണ്ടല്ല, ആ ദൈവത്തിൻ്റെ ഹിതം എന്തെന്നനുസരിച്ച് അറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കുന്നതിലൂടെയാണ്. അത് മോശയ്ക്ക് ദൈവം കൊടുക്കുന്ന പ്രമാണമില്ല. ഇസ്രായേലുകൾക്ക് ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. നിയമത്തിൻ്റെ സമാഹാരമായി എടുത്തു കാണിക്കുകയാണ്. ഉടമ്പടി 1-ാം പ്രമാണമായിട്ട് കിട്ടിയിട്ടുണ്ട്. 20-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞതാണ്, ദാസ്യഭവനമായ ഈജിപ്തിൽ നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന് വളരെ വ്യക്തമായ 1-ാം പ്രമാണത്തിൽ പറഞ്ഞു. അതിൻ്റെ വ്യക്തമായ ലംഘനമാണ് ഇവിടെ നടക്കുക. ഇതാ നിൻ്റെ ദൈവങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കുന്നതോടുകൂടി സംഭവിക്കുന്നത് ദൈവത്തെ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റുന്ന എൻ്റെ തന്നെ ഒരു നിർമ്മിതിയായി മാറുന്നു. ഇസ്രായേലിന് ലഭിച്ചിരുന്ന വിശ്വാസം ഇതാണ്, ദൈവം സ്രഷ്ടാവാണ്. ഇവിടെ സൃഷ്ടിയായ മനുഷ്യൻ ദൈവത്തെ സൃഷ്ടിക്കുകയാണ്. പണ്ട് വയലാർ പാടിയതുപോലെ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യരും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവെച്ചു, മനസ്സ് പങ്കുവെച്ചു, ഭൂമി ഭ്രാന്താലയമായി മാറി. മനുഷ്യൻ ദൈവങ്ങളെ നിർമ്മിക്കാൻ തുടങ്ങുമ്പോൾ സംഭവിക്കുന്ന മനുഷ്യൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുകയാണ്. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയാണ്. കാണാൻ പാടില്ലാത്തൊരു ദൈവത്തെ ആരാധിക്കാൻ അവർക്ക് സാധിക്കില്ല എന്ന് പറയും. ആരാധന ഏതെങ്കിലും വസ്തുവിന് മുമ്പിൽ കുമ്പിട്ടുകൊണ്ടല്ല, ആരാധന നടക്കേണ്ട ഹൃദയത്തിലാണ്, അത് പൂർണ്ണമായ സമർപ്പണത്തിലൂടെയാണ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. കാലമെടുത്തു, ദീർഘകാലം വേണ്ടി വന്നു എന്താണ് യഥാർത്ഥ ആരാധന എന്ന് മനസ്സിലാക്കാൻ. മോശയുടെ കാലത്ത് സംഭവിച്ചത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുകയുണ്ടായി. ഇസ്രായേൽക്കാർ കാനാൻ ദേശത്ത് വന്ന് വാസം ഉറപ്പിച്ചപ്പോൾ കാനാൻകാരുടെ ആരാധന രീതികളിൽ ഇവരും ആകൃഷ്ടരായി. കാനാൻകാർ ആരാധിച്ചിരുന്ന പ്രധാനമായും പ്രകൃതി ദേവതകളെയായിരുന്നു. ബാൽ, അക്ഷേറ എന്ന ദേവതകൾ. ബാലിനെ ഭാരതത്തിലെ ഇന്ദ്രനുമായി തുലനം ചെയ്യാവുന്നതാണ്. ബാലിൻ്റെ കയ്യിലുള്ള ആയുധം ഇടിവാളാണ്. മഴയുടെ ദൈവമായിട്ടാണ് ബാലിനെ കണക്കാക്കിയിരുന്നത്. അക്ഷേറ ഫലപുഷ്ടിയുടെ ദേവതയാണ്. ഈ ഫലപുഷ്ടിയുടെ ദേവതയായ അക്ഷേറായും ബാലും കൂടി സംയോജിക്കുന്നതാണ് ഭൂമി ഫലപുഷ്ടമാകുമെന്ന് വിചാരിച്ചു. അങ്ങനെ ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ദേവപ്രീതിക്കായി ദേവദാസി സമ്പ്രദായം കടന്നു വന്നു. അവിടെ ദേവപ്രീതിക്കുള്ള വേശ്യാവൃത്തിയും കടന്നു വന്നു. കൾട്ടിക് പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. ആരാധന ക്രമബന്ധിയായ ഒരു വേശ്യാവൃത്തി കടന്നു വന്നു. അതിന് പുരുഷവേശ്യമാരുണ്ടായി, സ്ത്രീ വേശ്യകളുണ്ടായി. രണ്ടും ദൈവത്തെ പ്രീതിപ്പെടുത്താനാണെന്ന ധാരണയും ആയിരുന്നു കാനാൻ ദേശത്ത്. ഇപ്രകാരം ദൈവങ്ങളുടെ പ്രവൃത്തിയെ മനുഷ്യൻ ഭൂമിയിൽ അനുകരിക്കുന്നതിൻ്റെ ഒരു ഭാഗമായി മാറി ആരാധന. ഇപ്രകാരമുള്ള ഉത്സവാഘോഷങ്ങളിലേക്ക് ഇസ്രായേൽക്കാരും ക്ഷണിക്കപ്പെടുകയുണ്ടായി, ആകർഷിക്കപ്പെടുകയുണ്ടായി. കാനാൻ ദേശത്ത് കടന്നു വന്നപ്പോൾ വലിയൊരു ആകർഷണമായിരുന്നു. തദ്ദേശവാസികളുടെ ആരാധന രീതികൾ, അവരുടെ വിശ്വാസ രീതികൾ, ആചാര അനുഷ്ഠാനങ്ങൾ എല്ലാം സ്വീകരിക്കുക. അങ്ങനെ ഇസ്രായേൽക്കാരെ സംബന്ധിച്ചോളം ബാലിൻ്റെ സ്ഥാനത്ത് യാഹ്വയെ പ്രതിഷ്ഠിച്ചു, യാഹ്വയുടെ സ്ഥാനത്ത് ബാലിനെ പ്രതിഷ്ഠിച്ചു. ബാലിൻ്റെ രൂപമായിരുന്നു ഒന്നുകിൽ കാള അല്ലെങ്കിൽ കാളപ്പുറത്തിരിക്കുന്ന ദേവൻ. കാളയെ ബാലിൻ്റെ പ്രതീകമായും ബാലിൻ്റെ വാഹനമായും ചിത്രീകരിക്കാറുണ്ട്. ഏറ്റവും ശക്തിയുള്ള മൃഗമായിട്ടാണ് കാളയെ കാണുക, ഫലപുഷ്ടിയുടെ ദൈവമായിട്ട്. അങ്ങനെ ബാലിൻ്റെ സ്ഥാനത്ത് ഇവിടെ കാളക്കുട്ടിയെ ഉണ്ടാക്കുന്നു, യാഹ്വയുടെ സ്ഥാനത്ത് കാളക്കുട്ടിയെ ആരാധിക്കുന്ന അവസ്ഥാവിശേഷം. ഇതിനെതിരായിട്ടാണ് പിന്നീട് പ്രവാചകന്മാർ അതിശക്തമായി പ്രതികരിക്കേണ്ടി വരുന്നത്.
ഏഷ്യായുടെ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ വായിച്ചത്. ഏഷ്യായുടെ പുസ്തകത്തിൽ വരുന്ന ഈ സംഭവം ഒന്നാമത്തെ അധ്യായത്തിൽ, ഏഷ്യായുടെ പുസ്തകത്തിൻ്റെ മുഴുവനും കൂടി രത്നച്ചുരുക്കമായിട്ടാണ് ഒന്നാമത്തെ അധ്യായം അവതരിപ്പിച്ചിരിക്കുന്നത്. വളരെ ശക്തമായി ആരാധനയ്ക്ക്, വിഗ്രഹാരാധനയ്ക്കെതിരെയുള്ള പ്രതികരണമാണ്. നിങ്ങളുടെ ഈ ഉത്സവങ്ങൾ ഞാൻ വെറുക്കുന്നു. ദൈവം തന്നെ ആഗ്രഹിച്ചതായിരുന്നു, ആവശ്യപ്പെട്ടതായിരുന്നു. പെസഹ ആഘോഷിക്കണം, കൂടാരപ്പെരുന്നാൾ ആഘോഷിക്കണം, ബന്ധക്കുസ്ത തിരുനാൾ ആഘോഷിക്കണം, പാപപരിഹാര ദിനം, ഇങ്ങനെയുള്ള തിരുനാളുകൾ ആഘോഷിക്കണമെന്ന് പറഞ്ഞ് ദൈവം തന്നെ ഇപ്പോൾ പറയുകയാണ്, നിങ്ങളുടെ ഉത്സവങ്ങളോട് എനിക്ക് വെറുപ്പാണ്, എനിക്ക് മടുത്തു, ദുസ്സഹമായിരിക്കുന്നു. 3 തവണ ആവർത്തിച്ച് പറഞ്ഞാൽ അബ്സല്യൂട്ട്ലി, പരിപൂർണമായിട്ടും ഞാൻ തിരസ്കരിക്കുന്നു എന്നാണ് പറയുക. ദൈവം ബലിയർപ്പണം ആഗ്രഹിച്ചത് മൃഗത്തിൻ്റെ രക്തം കുടിക്കാനോ മാംസം ഭക്ഷിക്കാനോ മേധസ് ഭക്ഷിക്കാനോ വേണ്ടി ആയിരുന്നില്ല. ഒരു സമ്പൂർണ്ണമായ സമർപ്പണത്തിൻ്റെ പ്രതീകമായിരിക്കണം ബലിയർപ്പണം. രക്തത്തിലാണ് ജീവനെന്ന് വിശ്വസിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ ഈ രക്തം ഭക്ഷിക്കാൻ പാടില്ല, ദൈവത്തിന് കൊടുക്കണമെന്ന് പറയുന്നത് കൊണ്ട് ജീവൻ്റെ നാഥൻ ദൈവമാണ് എന്ന് ഏറ്റുപറയുകയായിരുന്നു. ഇപ്രകാരം എൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ സർവാധിപത്യം ഏറ്റുപറയുന്നതിൻ്റെ ഒരു ഉദാഹരണമായി, അടയാളമായി ഞാൻ ബലിയർപ്പിച്ചിരുന്നു. മൃഗത്തെ ബലിയർപ്പിച്ചു, അതിൻ്റെ രക്തം ജീവൻ ബലിപീഠത്തിൻ്റെ അടിയിൽ ഒഴിച്ചു. ഈ മൃഗത്തെ പൂർണ്ണമായും ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിച്ചു, സമ്പൂർണ്ണ ദഹനബലി. ആ ദഹനബലിയിലൂടെ ഈ മൃഗം പൂർണ്ണമായും ദൈവസന്നിധിയിലേക്ക് ഉയരുന്നു എന്ന ഒരു പ്രതീകാത്മകതയുണ്ടായിരുന്നു. ഇങ്ങനെ ബലി അർപ്പിക്കുന്ന മൃഗത്തിലൂടെ ഞാൻ എന്നെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുകയായി. പക്ഷേ ഇപ്രകാരമുള്ള സമർപ്പണത്തിൻ്റെ ആ പശ്ചാത്തലമോ വിശ്വാസത്തിന് പിൻബലമോ ഇല്ലാതെ കാളക്കിടാങ്ങളെ, മുട്ടാടുകളെ ബലിയർപ്പിക്കുന്നത് കൊണ്ട് ദൈവം പ്രസാദിക്കുകയില്ല. എനിക്ക് വിശന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുമോ? ഈ വനത്തിലെ മൃഗങ്ങളെല്ലാം എൻ്റേതാണ്, എന്ത് ഭക്ഷണമാണ് നിങ്ങൾ എനിക്ക് തരിക? ഞാൻ രക്തം കുടിക്കുകയില്ല, മേധസ് ഭക്ഷിക്കുകയില്ല, ഇതൊന്നും എനിക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ബലിയർപ്പിക്കുമ്പോൾ ഞാൻ മുഖം തിരിക്കുമെന്ന് പറയുക. കാരണം നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലങ്ങളാണ്. ബലിയർപ്പിച്ച് മൃഗത്തിൻ്റെ രക്തമല്ല, നിങ്ങൾ ഞെക്കിപ്പിഴിഞ്ഞ പാവപ്പെട്ടവൻ്റെ ജീവരക്തമാണ് നിങ്ങളുടെ കരങ്ങളിലുള്ളത്. അനീതി പ്രവർത്തിക്കുന്നവൻ ബലിയർപ്പിക്കാൻ വന്നാൽ ആ ബലിയർപ്പണം കർത്താവിന് സ്വീകാര്യമാവുകയില്ല. അതിനെക്കുറിച്ച് വളരെ ശക്തമായി പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 34-ാമത്തെ അധ്യായത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമുണ്ട്. 34-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത്. പ്രഭാഷകൻ 34, 18, 22. അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലി പങ്കിലമാണ്, നിയമനിഷേധകൻ്റെ കാഴ്ചകൾ സ്വീകാര്യമല്ല. ദൈവഭക്തിയില്ലാത്തവൻ്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല. അവൻ എത്ര ബലിയർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല. ദരിദ്രൻ്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവൻ പിതാവിൻ്റെ മുമ്പിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ്. ദരിദ്രൻ്റെ ജീവൻ അവൻ്റെ ആഹാരമാണ്, അത് അപഹരിക്കുന്നവൻ കൊലപാതകിയാണ്. അയൽക്കാരൻ്റെ ഉപജീവനമാർഗം തടയുന്നവൻ അവനെ കൊല്ലുകയാണ്. വേലക്കാരൻ്റെ കൂലി കൊടുക്കാതിരിക്കുക രക്തച്ചൊരിച്ചിലാണ്. വേലക്കാരൻ്റെ കൂലി കൊടുക്കാതിരിക്കുന്ന രക്തച്ചൊരിച്ചിലാണ്. അനീതി പ്രവർത്തിക്കുന്നവൻ്റെ കരങ്ങൾ രക്തപങ്കിലങ്ങളാണ്. അന്യായമായി സമ്പാദിച്ച സ്വത്ത് ദൈവത്തിന് കൊടുത്താൽ ദൈവം സ്വീകരിക്കുകയില്ല. ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാനായി കരങ്ങൾ ഉയർത്തുമ്പോൾ ദൈവം കാണുന്നത് ഈ കരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന രക്തമാണ്. ആ രക്തക്കറ മായ്ക്കാൻ ആരെ കൊണ്ട് സാധിക്കും? ഇവിടെയുള്ള എല്ലാ മൃഗങ്ങളെയും കൊണ്ട് അർപ്പിച്ചാലും ദൈവം അത് സ്വീകരിക്കുകയില്ല. നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലങ്ങളാണ്. ഇങ്ങനെ രക്തപങ്കിലങ്ങളായ കരങ്ങൾ കൊണ്ട് ബലിയർപ്പിക്കാൻ പോയാൽ ആ ബലി ദൈവം സ്വീകരിക്കുകയില്ല. ആ തിരുനാളുകൾ ദൈവത്തിന് പ്രീതികരമാവുകയില്ല. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ചെയ്യേണ്ടത് വ്യക്തമായിട്ട് പറയും. 17-ാമത്തെ വാക്യം, യെശയ്യാ 1:17. നന്മ പ്രവർത്തിക്കാൻ നിങ്ങളുടെ അകൃത്യങ്ങൾ അവസാനിപ്പിക്കുവിൻ, നന്മ പ്രവർത്തിക്കാൻ ശീലിക്കുവിൻ, നീതി അന്വേഷിക്കുവിൻ, മർദ്ദനം അവസാനിപ്പിക്കുവിൻ, അനാഥരോട് നീതി ചെയ്യുവിൻ, വിധവകൾക്ക് വേണ്ടി വാദിക്കുവിൻ. അനാഥരും വിധവകളും സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ളവരാണ്, അവഗണിക്കപ്പെട്ടവരാണ്. അവർക്ക് നീതി ലഭിക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകണം. അതാണ് പുരോഹിതനും അതാണ് രാജാവും ജനങ്ങളും ചെയ്യേണ്ടത്. ഇപ്രകാരം നീതി നിർവഹിക്കപ്പെടുന്ന ഒരു സാഹചര്യമില്ലാതെ ബലിയർപ്പിച്ചാൽ ആ ബലി സ്വീകാര്യമാവുകയില്ല എന്ന് യെശയ്യാ പ്രവാചകനോട് പറയുകയായിരുന്നു. ആമോസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണും. ആമോസ് വളരെ ശക്തമായി ദൈവിക നീതിക്ക് വേണ്ടി, സാമൂഹിക വേണ്ടി കർത്താവിൻ്റെ വചനങ്ങൾ അവതരിപ്പിച്ച വ്യക്തിയാണ്. ആമോസിൻ്റെ പുസ്തകം 5-ാമത്തെ അധ്യായം ബലിയർപ്പണത്തെയും തിരുനാളാഘോഷങ്ങളെയും കുറിച്ച് ആമോസിലൂടെ വരുന്ന വാക്കുകൾ ഇതാണ്. 5-ാമത്തെ അധ്യായം 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ ഉത്സവങ്ങളോട് എനിക്ക് വെറുപ്പാണ്, അവജ്ഞയാണ്. നിങ്ങളുടെ മഹാസമ്മേളനങ്ങളിൽ എനിക്ക് പ്രസാദമില്ല. നിങ്ങളുടെ ബലികളും ധാന്യബലികളും അർപ്പിച്ചാലും ഞാൻ സ്വീകരിക്കുകയില്ല. സമാധാന ബലിയായി നിങ്ങൾ അർപ്പിക്കുന്ന കൊഴുത്ത മൃഗങ്ങളെ ഞാൻ നോക്കുകയില്ല. നിങ്ങളുടെ ഗാനങ്ങളുടെ ശബ്ദം എനിക്ക് കേൾക്കേണ്ട. നിങ്ങളുടെ വീണാനാദം ഞാൻ ശ്രദ്ധിക്കുകയില്ല. ബലി വേണ്ട, പാട്ടും കൊട്ടും വേണ്ട, വീണാനാദം വേണ്ട, ഒന്നും വേണ്ട. പിന്നെന്താണ് വേണ്ടത്? എന്താണ് ദൈവം ആഗ്രഹിക്കുക? 24-ാം വാക്യം പറയും, നീതി ജലം പോലെ ഒഴുകട്ടെ, സത്യം ഒരിക്കലും വറ്റാത്ത നീർച്ചാൽ പോലെയും. സകല പ്രതിബന്ധങ്ങളെയും മാറ്റുന്ന, സകല തടസ്സങ്ങളും നീക്കിക്കളയുന്ന ഒരു വലിയ
പെരുവെള്ള മലവെള്ളപ്പാച്ചിൽ പോലെ ആകട്ടെ നീതി. പ്രതിബന്ധങ്ങളെ തകർത്ത് മുന്നേറുന്ന വലിയൊരു പ്രവാഹമായിരിക്കണം. അതെപ്പോഴും നിലനിൽക്കണം, നിലയ്ക്കാത്ത പ്രവാഹം പോലെ. സമൂഹത്തിൽ നിരന്തരമായ നീതിപാലനം നടക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുക. അതിന് സഹായിക്കുന്നതായിരിക്കണം തിരുനാളാഘോഷങ്ങൾ. അത് പെരുന്നാളുകളായി അധപ്പതിക്കാൻ പാടില്ല. ഇപ്രകാരം അധപ്പതിച്ചാൽ ദൈവം അത് സ്വീകരിക്കുകയില്ല എന്ന് ആമോസിലൂടെ വ്യക്തമായി പറയുകയാണ്. ആമോസിന് തൊട്ടു പിന്നാലെ വന്ന ഹോസിയ പ്രവാചകനുണ്ട്. സ്നേഹത്തിൻ്റെ പ്രവാചകൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇവരെല്ലാം 8-ാം നൂറ്റാണ്ടിലെ പ്രവാചകന്മാരാണ്. BC 8-ാം നൂറ്റാണ്ടിൽ. ആമോസ് BC 780 വന്നു. 750-നും 740-നും മധ്യേ വടക്കൻ രാജ്യമായ ഇസ്രായേൽ പ്രസംഗിച്ച വ്യക്തിയാണ് ഹോസിയ പ്രവാചകൻ. എത്രയോ കാലം, 3000-ഓളം വർഷങ്ങൾക്ക് മുമ്പാണ്. ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിലും വളരെ ശക്തമായിട്ട് പറയുന്നുണ്ട് വഴിതെറ്റുന്ന ആഘോഷങ്ങളെക്കുറിച്ച്, വഴിതെറ്റുന്ന മതാചാരങ്ങളെക്കുറിച്ച്. 4-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ആദ്യം വായിക്കട്ടെ. ഇസ്രായേൽ ജനമേ, കർത്താവിൻ്റെ വാക്ക് കേൾക്കുക. ദേശവാസികൾക്കെതിരെ അവിടുത്തേക്കൊരു ആരോപണമുണ്ട്. ഇവിടെ വിശ്വസ്തതയോ സ്നേഹമോ ഇല്ല. ദൈവവിചാരം ദേശത്ത് അറ്റുപോയിരിക്കുന്നു. ആണയിടലും വഞ്ചനയും കൊലപാതകവും മോഷണവും വ്യഭിചാരവും സീമാതീതമായിരിക്കുന്നു. ഒന്നിനു പിറകെ ഒന്നായി കൊലപാതകം നടക്കുന്നു. അതിനാൽ ദേശം വിലപിക്കുന്നു. അതിലെ സകല നിവാസികളും ക്ഷയിക്കുന്നു. വയലിലെ മൃഗങ്ങളും ആകാശത്തിലെ പറവകളും സമുദ്രത്തിലെ മത്സ്യങ്ങൾ പോലും അപഹരിക്കപ്പെടുന്നു. നമ്മുടെ നാടിൻ്റെ അവസ്ഥയെക്കുറിച്ച് പ്രവാചകൻ വിലപിക്കുന്ന പോലെ തോന്നും. ഒന്നിനു പിറകെ ഒന്നായി കൊലപാതകം നടക്കുന്ന, വ്യഭിചാരവും മോഷണവും സീമാതീതമായിരിക്കുന്ന ഒരു സമൂഹത്തിൽ എപ്രകാരമാണ് ദൈവം പ്രതികരിക്കുന്നത് എന്ന് കാണിക്കുകയാണ് പ്രവാചകനിലൂടെ. ആരാണ് ഇതിന് ഉത്തരവാദികൾ? ഇസ്രായേൽ ജനത്തോട് പറയും, എന്നാൽ ആരും തർക്കിക്കേണ്ട, കുറ്റപ്പെടുത്തുകയും വേണ്ട. പുരോഹിത, നിനക്കെതിരെയാണ് എൻ്റെ ആരോപണം. ഇസ്രായേൽ ജനത്തെ ദൈവോന്മുഖമായി നയിക്കാൻ, സമൂഹത്തിൽ നീതി ഉറപ്പുവരുത്താൻ, ദൈവത്തിൻ്റെ നിയമങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ദൈവമാരാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ, രക്ഷാകരമായ ജനത്തെ നയിക്കാൻ നിയോഗിക്കപ്പെട്ട പുരോഹിതൻ വീഴ്ച വരുത്തിയപ്പോഴാണ് പ്രശ്നമുണ്ടായത്. ദൈവത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, ദൈവമാരാണെന്ന്, ദൈവത്തിൻ്റെ പ്രമാണം എന്താണെന്ന് പഠിപ്പിക്കാതെ സ്വന്തം കാര്യം മാത്രം ലക്ഷ്യം വെച്ച് പോയ പുരോഹിതനാണ് പ്രധാനമായ ഉത്തരവാദി. ആരും തർക്കിക്കേണ്ട, കുറ്റപ്പെടുത്തുകയും വേണ്ട. അജ്ഞത നിമിത്തം എൻ്റെ ജനം നശിക്കുന്നു, അതിനാൽ എൻ്റെ പുരോഹിതനായിരിക്കുന്നതിൽ നിന്നെ ഞാൻ തിരസ്കരിക്കുന്നു. പ്രവാചകൻ പുരോഹിതനെതിരെ തിരിയുന്ന ഒരു സാഹചര്യമാണ്. ദൈവം തന്നെ നിയോഗിച്ച പുരോഹിതൻ. നമ്മൾ കണ്ടു അഹറോൻ സംഭവിച്ചതാണെന്ന്. ജനങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി വിഗ്രഹം ഉണ്ടാക്കാൻ പോയ അഹറോൻ്റെ പിന്മുറക്കാർ ജനങ്ങളെ നിർബന്ധിച്ച് വിഗ്രഹം ഉണ്ടാക്കുന്ന സാഹചര്യം വരെ എത്തി നിന്നു. ഹോസിയയുടെ കാലമായപ്പോഴേക്കും ദൈവത്തെ അറിയുക, ദൈവത്തിന് നീതി എന്താണെന്ന് മനസ്സിലാക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. അതിന് പ്രേരിപ്പിക്കുന്നതിന് പകരം ആരാധന മേളക്കൊഴുപ്പുള്ളതാകണം, ആഡംബരങ്ങളും ആഘോഷങ്ങളും പ്രധാനമാണ് എന്ന് വിചാരിക്കപ്പോൾ വ്യക്തമായ വഴിപിഴച്ചു പോവുകയാണ്. ബലിയർപ്പണം തന്നെ ഒരു കാര്യസാധ്യത്തിനുള്ള മാർഗമായി മാറുന്നു. ഉദ്ദിഷ്ട കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി മതത്തെ ഉപകരണമാക്കുന്ന സാഹചര്യം വരുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് മനുഷ്യൻ മനസ്സിലാകാതെ പോകുന്നു. അതുകൊണ്ട് എന്താ സംഭവിക്കുക? 10-ാം വാക്യം, നിങ്ങൾ ഭക്ഷിക്കും തൃപ്തരാവുകയില്ല, പരസംഗം ചെയ്യും പെരുകുകയില്ല. കാരണം വ്യഭിചാരത്തിൽ മുഴുകാനായി കർത്താവിനെ അവർ പരിത്യജിച്ചു. വിവാഹത്തിൽ നിന്ന് മക്കളുണ്ടാവുന്നില്ല, വിവാഹം തന്നെ നടക്കുന്നില്ല, പരസംഗം മാത്രം. വ്യഭിചാരം ഒരു അവകാശമായി, സ്വവർഗരതി മനുഷ്യൻ്റെ അവകാശമായി പ്രഖ്യാപിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ഹോസിയ വീണ്ടും അവതരിക്കേണ്ടിയിരിക്കുന്നു. പരസംഗം ചെയ്യും പെരുകുകയില്ല, അവർക്ക് മക്കൾ ഉണ്ടാവുകയില്ല എന്നുകൂടി പറയുകയാണ്. ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ എന്ന് മറന്ന് അതിനപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും ഈ ആചാരങ്ങൾ, ആഘോഷങ്ങൾ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതിന് കാരണമായി തീരുന്നു. ഈ സാഹചര്യത്തിൽ മിഖാ പ്രവാചകനിലൂടെ ജനം ചോദിക്കും, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ഈ സാഹചര്യത്തിൽ ഹോസിയായുടെയും ആമോസിൻ്റെയും ഏശയ്യായും കൂടി രത്നച്ചുരുക്കുന്ന രീതിയിലാണ് മിഖാ പ്രവാചകൻ എടുത്തു വയ്ക്കുക. മിഖാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം 6 മുതൽ 8 വരെ. കർത്താവിന് മുമ്പിൽ എന്ത് കാഴ്ചയാണ് ഞാൻ കൊണ്ടുവരേണ്ടത്? അത്യുന്നതനായ ദൈവത്തിന് മുമ്പിൽ ഞാൻ എങ്ങനെയാണ് കുമ്പിടേണ്ടത്? ദഹനബലിക്ക് 1 വയസ്സുള്ള കാളക്കിടാവുമായിട്ടാണോ ഞാൻ വരേണ്ടത്? ആയിരക്കണക്കിന് മുട്ടാടുകളിലും 10,000-കണക്കിന് എണ്ണപ്പുഴകളിലും അവിടുന്ന് സംപ്രീതനാകുമോ? എൻ്റെ അതിക്രമങ്ങൾക്ക് പരിഹാരമായ എൻ്റെ ആദ്യജാതനെ ഞാൻ നൽകണമോ? ആത്മാവിൻ്റെ പാപത്തിന് പകരം ശരീരത്തിൻ്റെ ഫലം കാഴ്ചവെക്കണമോ? മനുഷ്യ, നല്ലത് എന്തെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, എൻ്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് കർത്താവിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, വിനീതനായി ചരിക്കുക. നീതി, കാരുണ്യം, വിനയം. യേശു ഇതിൻ്റെ അടുത്ത് പറയും. മത്തായി 23-ാം അധ്യായം 23-ാമത്തെ വാക്യം, നീതി, കാരുണ്യം, വിശ്വസ്തത. ഇപ്പോൾ തിരുനാൾ ആഘോഷങ്ങൾ വലിയ പെരുന്നാളുകളായി വഴിതെറ്റുമ്പോൾ ദൈവം തന്നെ പ്രവാചകന്മാരിലൂടെ തിരുത്തുകയാണ്. ഇതല്ല വേണ്ടത്. ദൈവം ആഗ്രഹിക്കുന്ന ഇപ്രകാരമുള്ള ആർഭാടങ്ങളും ആഘോഷങ്ങളും ബലിയർപ്പണങ്ങളുമല്ല. ദൈവം ആഗ്രഹിക്കുന്നത് സന്തോഷമുള്ള ഒരു ജീവിതമാണ്. മനുഷ്യർ പരസ്പരം സ്നേഹത്തോടെ, ഐക്യത്തിൽ, സമാധാനത്തിൽ, നീതിപൂർവകമായി ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. അവിടെയാണ് ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാവുക. സന്തുഷ്ടരായ മനുഷ്യരിലാണ് ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാകുന്നറിയാം. ദൈവത്തിൻ്റെ മഹത്വം സന്തോഷമുള്ള
ആനന്ദിക്കുന്ന മനുഷ്യ ഹൃദയങ്ങളിലും മനുഷ്യരുടെ മുഖങ്ങളിലും പ്രതിഫലിക്കണം. അതില്ലാതെ ദൈവത്തെ പ്രീതിപ്പെടുത്താവുന്ന രീതിയിൽ ആഘോഷങ്ങൾ നടത്തിയാൽ ആ ആഘോഷങ്ങൾ തന്നെ വലിയ അനീതിയുടെ ഉറവിടങ്ങളായി മാറുമ്പോൾ എങ്ങനെ ദൈവത്തിന് സ്വീകരിക്കാൻ സാധിക്കും? ഇപ്പോഴേ വഴി തെറ്റുന്ന ആഘോഷങ്ങൾ, വഴിപിഴയ്ക്കുന്ന തിരുനാളുകൾ പെരുന്നാളുകളായി അധപ്പതിക്കുന്നു. ഇങ്ങനെ അധപ്പതിക്കുമ്പോൾ ദൈവം ശക്തമായി അതിനെതിരെ പ്രതികരിക്കുന്നു. ഇന്ന് നമ്മൾ ഒരു വിചിന്തനം നടത്തേണ്ടിയിരിക്കുന്നു. നമ്മൾ നടത്തുന്ന ആഘോഷങ്ങളൊക്കെ തിരുനാളുകളാണോ അതോ പെരുന്നാളുകളാണോ? ആരാധനക്രമവുമായി ബന്ധപ്പെട്ട് കുറേയേറെ തിരുനാളുകളുണ്ട്. അത് ക്രിസ്മസ് മുതൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം വരെ ധാരാളം തിരുനാളുകൾ. പക്ഷേ ഇതുമായി കാര്യമായ ബന്ധമൊന്നുമില്ലാതെ പെരുന്നാളുകളുമുണ്ട്. ആഘോഷങ്ങളധികവും പെരുന്നാളാണ്. ക്രിസ്മസും ഈസ്റ്ററും അല്ലെങ്കിൽ ക്രിസ്മസും ഉത്ഥാനവും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം ബന്ധക്കുസ്തായും വിശുദ്ധ കുർബാനയും ഒക്കെ ആഘോഷിക്കുന്നതിനേക്കാൾ എത്രയോ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ പെരുന്നാളുകൾ ആഘോഷിക്കുക. രണ്ടും ആവശ്യമാണ്. ആഘോഷങ്ങൾ വേണം, തീർച്ചയായിട്ടും വിശുദ്ധന്മാരുടെ ഓർമ്മ ആചരിക്കുകയും ചെയ്യണം. പക്ഷേ എങ്ങനെയാണ് ഈ ആഘോഷങ്ങൾ നടത്തേണ്ടത്? എന്താണ് ഈ ആഘോഷത്തിൻ്റെ ലക്ഷ്യം? എങ്ങനെയായിരിക്കണം അതിൻ്റെ ശൈലി? പ്രവാചകന്മാർ നമ്മൾ കണ്ടു. സ്വീകരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, കർത്താവിന് വിനയത്തോട് ചരിക്കുക. ഇപ്പോൾ നമ്മുടെ ആഘോഷങ്ങൾ ഇപ്രകാരം നീതിയുടെ ഉത്സവങ്ങളായി മാറണം. വസ്ത്രമല്ല ഹൃദയമാണ് കീറേണ്ടതെന്ന് യോയേൽ പ്രവാചകനോട് പറയും. നീതി ജലം പോലെ ഒഴുകട്ടെ, സത്യം ഒരിക്കലും പറ്റാത്ത നീർച്ചാൽ പോലെയും. നീതി നിഷേധിക്കപ്പെടുമ്പോഴാണ് ന്യായവിധി ഉണ്ടാകേണ്ടി വരുന്നത്. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ചുള്ള ജീവിതം മനുഷ്യ സമൂഹത്തിലുണ്ടാകുന്നതിന് നീതി എന്ന് പറയും. നീതി പ്രമാണങ്ങളനുസരിച്ചുള്ള ജീവിതമാണ്. അത് ജലം പോലെ വലിയ പ്രതിബന്ധങ്ങളെ തകർത്ത് മുന്നേറുന്ന വലിയ പ്രവാഹമായിരിക്കണം. ഏതെങ്കിലും കാരണവശാൽ നീതി നടപ്പിലാകാതെ വരുന്നെങ്കിൽ, നിയമം ലംഘിക്കപ്പെടുന്നെങ്കിൽ അവിടെ കടന്നു വരേണ്ടതാണ് ന്യായവിധി. അതിനുവേണ്ടി കോടതികളുണ്ടാവണം. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മനുഷ്യജീവിതം കരുപ്പിടിപ്പിക്കാൻ സഹായിക്കുന്നതായിരിക്കണം. ദൈവത്തിൻ്റെ പ്രമാണം ഒന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും തുല്യമായ സന്തോഷവും അവകാശങ്ങളും കിട്ടണം. എല്ലാവർക്കും സ്വാതന്ത്ര്യം, എല്ലാ മനുഷ്യർ. അത് മതത്തിൻ്റെയും ജാതിയുടെയും വർണ്ണത്തിൻ്റെയും ജോലിയുടെയും വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ പ്രതിച്ഛായകളാണെന്നുള്ള ബോധ്യത്തിൽ എല്ലാവർക്കും തുല്യമായ നീതി ലഭ്യമാകുന്ന ഒരു സാഹചര്യം, അതാണ് ദൈവത്തിൻ്റെ പ്രമാണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നീതി ജലം പോലെ ഒഴുകണം. നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ, യേശയ്യ പറഞ്ഞു. മർദ്ദനം അവസാനിപ്പിക്കുവിൻ, നീതി പ്രവർത്തിക്കാൻ ശീലിക്കുവിൻ. അതിനു പകരമായി ഏതാനും ആചാരങ്ങൾ പോരാ എന്ന് യേശയ്യ തന്നെ കാണും. യേശയ്യയുടെ പുസ്തകം 58-ാമത്തെ അധ്യായം ഉപവാസത്തെക്കുറിച്ചാണ്. ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിരുന്നു ഉപവാസവും. പക്ഷേ ഈ ഉപവാസം എന്ന് പറയുമ്പോൾ ഒരു നേരത്തേക്ക് അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് മാത്രമാണ് ഉപവാസം അല്ല എന്ന് യേശയ്യ പറയും. യേശയ്യയുടെ പുസ്തകം 58-ാമത്തെ അധ്യായത്തിന് 2 വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ, 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഇത്തരം ഉപവാസമാണോ ഞാൻ ആഗ്രഹിക്കുന്നത്? ഒരു ദിവസത്തേക്ക് ഒരുവനെ എളിമപ്പെടുത്തുന്ന ഉപവാസം? ഞാങ്ങണ പോലെ തലകുനിക്കുന്നതും ചാക്കു വിരിച്ച് ചാരവും വിതറി കിടക്കുന്നതുമാണോ അത്? അതിനെയാണോ നിങ്ങൾ ഉപവാസമെന്നും കർത്താവിന് സ്വീകാര്യമെന്ന ദിവസമൊന്നും വിളിക്കുക? ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുഖത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുഖങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം? വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം? ഇതാണ് വാസ്തവത്തിൽ തിരുനാടുകളുടെ ലക്ഷ്യം. ദൈവം നൽകുന്ന വലിയ കൃപയെ അനുസ്മരിച്ചുകൊണ്ട് എനിക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എല്ലാവരുമായി പങ്കുവെച്ച് സന്തോഷമായി കഴിയണം. ദൈവസന്നിധിയിൽ എല്ലാവർക്കും ആഘോഷിക്കാൻ സാധിക്കണം. അപ്രകാരം ഒരു അവസ്ഥയിലേക്ക്, ആഘോഷങ്ങളിലേക്ക് നമ്മുടെ തിരുനാളുകൾ ഇനിയും കടന്നു വരണം. ദൈവം ആഗ്രഹിക്കുന്നതാണ്. നമുക്കും അതിനുവേണ്ടി ശ്രമിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, അങ്ങ് നൽകിയ രക്ഷാകര പ്രവൃത്തിയുടെ അനുസ്മരണങ്ങൾ അങ്ങ് ആഗ്രഹിക്കാത്ത വിധത്തിൽ വഴിതെറ്റിപ്പോകുമ്പോൾ അങ്ങ് തന്നെ പ്രവാചകന്മാരിലൂടെ ശക്തമായ താക്കീതുകൾ നൽകി ജനത്തെ തിരിച്ചു വിളിക്കുന്നത് ഞങ്ങൾ വായിക്കുകയായിരുന്നു, പഠിക്കുകയായിരുന്നു. താവേ, ഞങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ വെറും ആർഭാടങ്ങളായി ആഭാസങ്ങളായി മാറാതെ അനുസ്മരണങ്ങളായി, അങ്ങ് നൽകിയ വലിയ കൃപയുടെ അനുസ്മരണങ്ങളായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.